ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് OTT ഇറങ്ങിയ സിനിമകളുടെ റിവ്യൂ പറയാനായിട്ടാണ്. ആടെന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിയിലെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഇത് ലേറ്റസ്റ്റ് വന്ന ആട് 3, ഭരതനാട്യം അതിൻ്റെ 2ാം ഭാഗം, മോഹിനിയാട്ടം, പിന്നെ വാഴയുടെ 2ാം ഭാഗം. ഈ ഒരു സിനിമകളിലേക്ക് റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകും. ആട് 3 സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. വിജയ് ബാബു ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസിങ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഈ ഒരു പടം കഴിഞ്ഞ 2 ആട് സിനിമകൾ പോലെ എന്താ പറയുക, ഒരു ഹ്യൂമർ ആ ഒരു രീതിയല്ല പിടിച്ചേക്കുന്നത്. ജിക്കില്ലാത്ത കഥയല്ല പിടിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഒരു സാധനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. സാധനം ഒരാളുടെ കയ്യിൽ ആ സാധനം കിട്ടുന്നു. പാപ്പനും പിള്ളേരും, ഡ്യൂഡ് സാറും അവരുടെ ശിങ്കിടികളും, സർവത്ത് ഷമീറും അവരുടെ പോലീസുകാരും, താൻ സേവിയർ, ബാറ്റു സൈമൺ, പഞ്ചാബ് സോമൻ, ശശി, ആശാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഒരു സിനിമയിലോട്ട് വണ്ണയാണെങ്കിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സിനിമ പണിയിരിക്കുന്നത്. ടൈം ട്രാവൽ പരിപാടി പോലെ പിടിച്ചിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ്, പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ. സിനിമയിലെ പ്രസൻറ്റ് ടൈം ലൈൻ, പാപ്പനും പിള്ളേരും, സർവത്ത് ഷമീറും, ഡ്യൂഡും, ഇവരൊക്കെയുള്ള ഒരു പ്രസൻറ്റ് കാലഘട്ടം. ക്യാപ്റ്റൻ ഗ്ലീറ്റസിൻ്റെ കോമഡി ആണെങ്കിലും, അറക്കിലബൂൻ കോമഡി, ആജി പാപ്പൻ്റെ ഒരു മാസ്, പഴയ ആ ഒരു BGM തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സിനിമ കണ്ടിരിക്കാം. കുറേ കോമഡി എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് സിനിമയിൽ. ചിലയിടത്തൊക്കെ നമ്മൾ കൈയടിക്കും. അങ്ങനത്തെ പല പല കാര്യങ്ങൾ പ്രസൻറ്റ് ടൈം ലൈനിൽ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മജൻ്റെ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻ ഗ്ലീറ്റസ് തൂക്കി. സെക്കൻഡ് ഹാഫ് തൂക്കിയത് നമ്മുടെ ഡ്യൂഡാണ്. ഡ്യൂഡിൻ്റെ ആ ഒരു എൻട്രി കഴിഞ്ഞത് മുതലും സിനിമ നെക്സ്റ്റ് ലെവലിലോട്ട് കയറി. വാഴ 2, ഹാഷിർ ആൻഡ് ഗ്യാങ്. അപ്പോൾ ഹാഷിർ ആൻഡ് ഗ്യാങ്ങിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. വാഴ ദ ഫസ്റ്റ് പാർട്ടിൽ അവർ ചെറിയൊരു റോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ കഥ, നമ്മുടെ UK കഥ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാഴ 2ലേക്ക് വന്നിരിക്കുന്നത്. ഡയറക്റ്റഡ് ബൈ സബിൻ സ, പ്രൊഡ്യൂസർ ബൈ ദ വൺ ആൻഡ് ഓൺലി വിപിൻ ദാസ്, മ്യൂസിക് ബൈ അഗിത് മേനോൻ, സിനിമാറ്റോഗ്രഫി ബൈ അഖിൽ ലൈലാസ്ഡൻ. സിനിമാറ്റോഗ്രഫി ഒക്കെ കിഡിലനായിരുന്നു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബൈ കണ്ണൻ മോഹൻ. മച്ചാനെ, സിനിമയുടെ ഡ്യൂറേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു സിനിമയിലെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി വാഴ 1ൻ്റെ ആ ഒരു സെയിം ടെംപ്ലേറ്റിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരേപോലെയാണ് സിനിമ പോകുന്നത്. ഒരേപോലെ സിനിമ തുടങ്ങുന്നു, കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നു, പിന്നെ ഒരേപോലത്തെ കോമഡി, പിന്നീട് കുറേ സീരിയസ് ആവുന്നു കഥ, ഇമോഷൻ രംഗങ്ങളൊക്കെ വരുന്നു. ഇമോഷൻ രംഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയാം. അഭിനയിച്ചിരിക്കുന്നവർ ഹാഷിർ, അലൻ, അജിൻ, പിന്നെ വിനായകൻ, 4 പേരും നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വിനായകൻ മച്ചാനും ബിജുക്കുട്ടൻ ചേട്ടനും അവരുടെ ആ ഒരു അച്ഛൻ മകൻ കെമിസ്ട്രി. ബേസിക്കലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഒരു സിബ്ലിങ്സിനോട്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ബയോപിക് ഓഫ് എ ബ്രില്യൻ ബ്രോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ തന്നെയുണ്ട് സിനിമയുടെ. ആ ഒരു ബ്രദർലി സിബ്ലിങ്സ്, ബ്രദർ സിസ്റ്റർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. വാഴ ഫസ്റ്റ് പാർട്ടിലായിരുന്നെങ്കിൽ അതിൽ കാണിച്ചു പോയത് ആ ഒരു ഫ്രണ്ട്ഷിപ്പും പിന്നെ ആ ഒരു അച്ഛൻ മകനായിട്ടുള്ള കെമിസ്ട്രി, അതും ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു 2-3 കഥാപാത്രങ്ങളുണ്ട്. അതിൽ തന്നെ വിജയ് ബാബു ചേട്ടൻ്റെ കഥാപാത്രം, ആ ഒരു മുരടനായിട്ട് വന്ന ഒരു സാർ, അജു വർഗീസിൻ്റെ കഥാപാത്രം, നല്ല കൂളായിട്ടുള്ള എന്താ പറയുക, പിള്ളേർക്ക് വേണ്ടി സംസാരിക്കുന്നൊരു സാറായിട്ട്. അവസാനമായിട്ട് പറയാനുള്ളത് വൺ ആൻഡ് ഓൺലി അൽഫോൺസ് പുത്രൻ്റെയാണ്. പുള്ളി ചെയ്ത ഒരു പോലീസ് കഥാപാത്രം സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ വന്ന് ആ ഒരു സാറന്മാർക്കിട്ടും ആ ഒരു സ്കൂളിലിട്ടും ഒക്കെ കൊടുക്കുന്ന ആ ഒരു അലക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേജർ പോസിറ്റീവ്സ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. ഭരതനാട്യം 2, മോഹിനിയാട്ടം. അപ്പോൾ ഈ ഒരു സിനിമ ടോട്ടലി ഈ ഒരു സിനിമയുടെ ഒരു ജോണർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഹ്യൂമർ കോമഡി ആണ് ഇവർ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ ആ ഒരു എക്സാക്റ്റ് കണ്ടിന്യൂഷനാണ് ഈ ഒരു സിനിമ. കൃഷ്ണദാസ് മുരളിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഷൈജു കുറുപ്പും ഉണ്ട്. സിനിമയുടെ അഭിനയിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ്, VM നായർ, ജഗദീഷ് ചേട്ടൻ, സുരാജ് ചേട്ടൻ. അപ്പോൾ ഇവർ അഡീഷണലായിട്ട് വന്ന 2 കഥാപാത്രങ്ങളാണ്. ബേബി ജി ഈ ഒരു സിനിമയിൽ അഡീഷണലായിട്ട് വന്ന മറ്റൊരു കിടിലൻ കഥാപാത്രം. കഴിഞ്ഞ സിനിമയിലുണ്ടായിരുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും ഈ ഒരു സിനിമയിലും ഉണ്ട്. ബി ഹോണസ്റ്റ്, എനിക്ക് ഭരതനാട്യ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു ഭരതൻ നായർ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം
സായികുമാറേട്ടൻ അഭിനയിച്ച ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഫ്ലോയിലാണ് ആ ഒരു കഥ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഹ്യൂമർ കോമഡിയാണ് പിടിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു കൊലപാതകം നടക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഒരു മിസ്റ്ററി എലമെൻറ്റ്സ് കാണിക്കുന്നത്, അത് എന്താണെന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രേക്ഷകരുടെ മനസ്സിൽ അത് കൊടുക്കുന്നുണ്ട്. ഇടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിലെ ഭരത് നായർ എന്ന് പറഞ്ഞ സായികുമാറേട്ടൻ്റെ കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൻ്റെ തരികിട വേറൊരു സൈഡ് കഥയും ആ ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഒരു സെറ്റപ്പും മറ്റു പരിപാടികളൊക്കെയാണ് ഒരു സിനിമയിലും കാണിച്ചു പോകുന്നത്. ഡെനീസ്ലി ചെയ്യുന്ന ഓരോ കോമഡികളാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്.